അപ്പോൾ അടുത്തൊരു ഇന്നോവയുടെ വർക്കിന് വന്നിട്ടുണ്ട്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടന്നിട്ട് നമ്മൾ ടോയിൻ ചെയ്തിട്ടാണ് വന്നത്. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ 2 ദിവസമായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം വിളിക്കാനായിട്ട്, ഒരു ചെറിയൊരു സൗണ്ട് കാരണം. പക്ഷേ നമ്മൾ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ആൾ വീണ്ടും അത് ഡ്രൈവ് ചെയ്ത് വേറെ സ്ഥലം വരെ പോയി അവിടെ പോയി ബ്രേക്ക് ഡൗൺ ആകുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ലെഫ്റ്റ് സൈഡിലെ വീൽ ബെയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് വേണൗട്ടായിട്ടിപ്പോൾ ലാസ്റ്റ് വീല് റൊട്ടേഷൻ ആവാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഇന്നലെ നമ്മൾ വിളിച്ചിട്ട് കിട്ടി സംസാരിച്ചാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അടുത്തുള്ള കസ്റ്റമർ തന്നെയാണ് കൊണ്ടുവന്ന് നോക്കിയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു 15-20 കിലോമീറ്റർ അപ്പുറത്താണ് ടോയിൻ ചെയ്തിട്ട് വന്നത്. ആ ഒരു ടോയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി കിടന്നാലുള്ള വണ്ടി ഒരു ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി പോയി വർക്ക്ഷോപ്പിൽ പോയി നേരെയാക്കുന്നതും ബ്രേക്ക് ഡൗൺ ആയിട്ട് പിന്നെ അവിടെ നിന്ന് എന്താ ചെയ്യണമെന്നറിയാതെ ഒരു സിറ്റുവേഷൻ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ബുദ്ധിമുട്ട് കസ്റ്റമർ ഇന്നിപ്പോൾ അനുഭവിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മളെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ആ ഒരു പ്രശ്നം ഉണ്ടായത്. വിളിച്ചിട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ വണ്ടി നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞതിന്. പക്ഷേ ഇവിടുത്തെ ഓരോരോ തിരക്കുകൊണ്ടാണ്, ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമുക്കത് ഫോണും അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. കുറേ ട്രൈ ചെയ്തെന്നാണ് പറഞ്ഞത്. നമ്മുടെ അടുത്തുള്ള കസ്റ്റമർ തന്നെയാണ്. അവർ പിന്നെ നാളത്തേക്ക് കാണിക്കാം, ഇല്ലെങ്കിൽ ഇന്ന് കാണിക്കുക എന്നുള്ള രീതിക്കാണ് വണ്ടി എടുത്ത് പോയത്. പക്ഷേ വഴിയിൽ നിന്ന് വണ്ടി വന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ വീൽ ബെയറിംഗ് ജാമായിട്ട് അതിൻ്റെ ABSൻ്റെ സെൻസർ അടക്കം പുറത്ത് ചാടിയിരിക്കുന്നത് കണ്ടോ. ഇതിൽ വരുന്നതാണ്, അതിൽ സെറ്റായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ അടിച്ച് കയറ്റുന്നത് എന്ന് വെച്ചാൽ ബെയറിംഗ് പ്രസ് ചെയ്തതിന് ശേഷം വീല് അടിക്കുന്നതാണ്. ഇത് അതിൻ്റെയൊക്കെ ബാക്കപ്പാണ്. ഇതൊക്കെ ഊരി കംപ്ലീറ്റും പുറത്ത് ചാടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലെ വീൽ ഇറക്കിയിട്ട് എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് വീൽ ബെയറിംഗിന് സംഭവിച്ചുള്ളത് നോക്കിയിട്ട് അത് പക്ക ക്ലിയർ ചെയ്ത് കൊടുക്കും. ഈ വീലിനാണ് നമുക്ക് പ്രശ്നം പറ്റിയിരിക്കുന്നത്. ഒട്ടും തന്നെ കറങ്ങുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീൽ ബെയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് വേണായിട്ട് ജാമായിപ്പോയി ആ വീൽ ബെയറിംഗ്. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമുക്ക് വീല് കംപ്ലീറ്റ് അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അത് എത്രത്തോളം കംപ്ലയിൻ്റ് ഉണ്ടെന്ന്. ഇപ്പോൾ പൊതുവേ ഈ ഇന്നോവയ്ക്കുള്ളൊരു കംപ്ലയിൻ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ ബെയറിങ്, അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ സൗണ്ട്, അങ്ങനെയൊന്നും അധികം നമുക്ക് കേൾക്കാറില്ല. ഓരോ സർവീസിലും എന്തെല്ലാം നമുക്ക് ചെയ്യണോ അത് കംപ്ലീറ്റും റീസോൾവ് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇതേപോലെ ബെയറിങ്ങിൻ്റെ സൗണ്ട്, ബെയറിങ് നല്ലവണ്ണം ഷെയ്ക്ക് ആയാൽ പോലും ഇതിൻ്റെ ഒരു സൗണ്ട് അത്രയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. ബാക്കിലെ വീൽ ബെയറിംഗ് ആണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സൗണ്ട്, നമുക്ക് ഒരു മൂളിച്ച സൗണ്ട്, ഹമ്മിങ് നോയ്സ് നമുക്ക് കിട്ടും. പക്ഷേ ഫ്രണ്ട് വീൽ ബെയറിങ്ങിന് അങ്ങനെ സൗണ്ട് കിട്ടില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് വീൽ ഹബ്ബ് ഷെയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ല. റഫ് റോട്ടിൽ ഓടിച്ചാൽ പോലും ഒരു സൗണ്ട് പോലും ഇതിനകത്ത് വരില്ല. അത് അപ്പർ ബോൾ ജോയിൻറ്റ്, ലോവർ ബോൾ ജോയിൻറ്റ് ഏത് പോയാലും ആ ഒരു അവസ്ഥയിൽ അത് നിൽക്കുക. അപ്പോൾ എല്ലാ സർവീസിനും നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു ഷെയ്ക്കാണ്, ഇല്ലെങ്കിൽ വീൽ ബെയറിംഗ് പോയമാതിരി തോന്നുകയാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ചെക്കണം. ഇപ്പോൾ പൊതുവേ മഴയുള്ള സമയമാണ്. മഴയുള്ള സമയത്ത് വീൽ ബെയറിങ്ങുകൾ കംപ്ലീറ്റ് പോകാൻ സാധ്യതയുണ്ട്. അത് വെച്ചാൽ ഈ ബാക്കിൽ വരുന്ന പ്ലേറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടാണ്. ഈ സീല്, അതുപോലെ തന്നെ ബാക്ക് പ്ലേറ്റ്, ഇതൊക്കെ പോകുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം പെട്ടെന്ന് അടിച്ച് കയറി കഴിഞ്ഞാൽ അതിലെ ഗ്രീസ് കംപ്ലീറ്റ് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ വീൽ ബെയറിങ് പോകാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് അഴിച്ച് ഫുള്ളായിട്ട് ഇത് റിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വീൽ ബെയറിങ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത് ഇതാ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. വീൽ ബെയറിങ് കംപ്ലീറ്റ് പൊട്ടിപ്പോയി ജാമായിരിക്കണം, കംപ്ലീറ്റ് വേനൗട്ടായിരിക്കണം. ഉണ്ടല്ലേ, ഈ ബെയറിങ്ങിൽ വരുന്ന ബോളുകളാണ്, നീഡിലാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോയിരിക്കണം. അതുകൂടെ തന്നെ നമ്മുടെ ABSൻ്റെ വീല് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതും പോയി. അതുപോലെ തന്നെ ABSൻ്റെ സെൻസറും ഫുള്ളി ഡാമേജഡാണ്. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കത് പുതിയ തന്നെ വയറും കിട്ടും, പുതിയ തന്നെ ഇടണം. ABSൻ്റെ വയറും സെൻസറും പുതിയതിടണം. അതുപോലെ തന്നെ ഹബ്ബും നമുക്ക് മാറ്റേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചടിച്ച് ഓടി ഫുള്ള് ഇന്നർ ഫുള്ള് തേയ്മാനമായി. അതുപോലെ തന്നെ ഹബിൻ്റെയും ഔട്ടർ ഫുള്ള് തേയ്മാനമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഹബ്ബ്, അതുപോലെ തന്നെ നക്കിള്, ABSൻ്റെ വീല്, അതുപോലെ തന്നെ ABSൻ്റെ സെൻസർ, അത്രയും സംഭവം ഇതിനകത്ത് മാറ്റിയാൽ തന്നെ അത് വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ. അത് നമുക്ക് നോക്കാം, ഒന്നുമില്ല യൂസ്ഡ് ഇടാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതാണെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്ത് എടുത്തിട്ട് മാറ്റാം. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും നമുക്ക് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്. ഈ വീലും ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് കൈയോടെ ഇതിൻ്റെ വീൽ ബെയറിങ് മാറ്റിവിടാം. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഇതും കുറച്ച് കാലം കുറച്ച് ഓടിക്കഴിഞ്ഞ് വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വരുന്നതിന് മുന്നേ നമുക്ക് ഈ ബെയറിങ്ങും ഫ്രണ്ട് രണ്ട് സൈഡ് വീൽ ബെയറിങ്ങും നമുക്ക്
നമ്മുടെ ഇന്നോവയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഹബ്ബ് നമ്മൾ സെക്കൻഡ് യൂസറാണ് മേടിച്ചിട്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിലെ ബെയറിംഗ് മാറി ലെഫ്റ്റ് സൈഡിലെ യൂസറാണ് മേടിച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നക്കിള്, ഹബ്ബ്, ബെയറിങ്, ABS സെൻസർ, ബാക്ക് പ്ലേറ്റ് ഇതൊക്കെ കൂടി വരുമ്പോൾ ഏകദേശം ഒരു 50-55 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് റേറ്റ് ഒറിജിനൽ പാർട്സിന്. ഇതിനെല്ലാം കൂടി വരുമ്പോൾ എല്ലാം കൂടി മാറ്റേണ്ട കണ്ടീഷനാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ബെയറിങ് അരഞ്ഞ് അതിൻ്റെ നക്കളുടെ ഉള്ളിലെ ഇന്നർ വശവും പോയി, അതുപോലെ തന്നെ ഹബിൻ്റെ ഔട്ടർ വശവും കംപ്ലീറ്റ് തേയ്മാനമായിരിക്കണം. അതുപോലെ സെൻസർ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു പോയിരിക്കുകയാണ്, ABS സെൻസറും പോയിരിക്കണം. ആ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 55 രൂപയോളം പാർട്സിന് തന്നെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് നല്ല ഹബ്ബ് എടുത്തിട്ട് നക്കിൾ എടുത്തിട്ടാണ് ഇതിനകത്ത് മാറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഏകദേശം നമുക്ക് ഇതിൽ പകുതിയിലും കുറവാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഒരു 50-55 രൂപ മുടക്കേണ്ട ആവശ്യമില്ല. യൂസർ പാർട്സ് കിട്ടാനുണ്ട്. ഇനവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ABSൻ്റെ സെൻസർ വയറും നമ്മൾ സെക്കൻഡ് ഹാൻഡിയാണ്, യൂസർ തന്നെയാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ചെറിയൊരു ടച്ചപ്പ് ഉണ്ട്, അതും കൂടെ എന്തായാലും നമുക്ക് ഫിനിഷ് ചെയ്യാം. എന്തായാലും ഓടിച്ച് നോക്കാം നമുക്ക് ABSൻ്റെ വർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഇതിൽ ABSൻ്റെ സെൻസർ പിടിപ്പിക്കും. ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഓറിങ്ങിൽ ചെറിയൊരു ഗ്രീസ് ഇട്ടിട്ട് വേണം കയറ്റാനായിട്ട്. ആ സീറ്റിംഗ് ആയില്ല എന്നുണ്ടെങ്കിൽ ABS വർക്കിംഗ് പ്രോപ്പർ ആവില്ല. നമ്മൾ ചെറിയൊരു ഇറക്കത്തിലോ എവിടെയെങ്കിലുമൊക്കെ പയ്യെ കാല് ചവിട്ടിയാൽ തന്നെ ബ്രേക്ക് കിടന്ന് വൈബ്രേഷൻ വരാൻ തുടങ്ങും. ബ്രറെന്ന് പറഞ്ഞ് വൈബ്രേഷൻ വരാൻ തുടങ്ങും. അത് കറക്റ്റായിട്ട് കയറ്റാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. റീഡിങ് കറക്റ്റ് കിട്ടില്ല. എല്ലാ വീലിലെയും റീഡിങ് നമുക്ക് കറക്റ്റായിട്ട് വന്നാൽ തന്നെ നമുക്ക് ABSൻ്റെ വർക്കിംഗ് കറക്റ്റ് ആവുള്ളൂ. ഏതെങ്കിലും റീഡിങ് കുറവാണെന്നുണ്ടെങ്കിൽ ആ വീല് കറങ്ങുന്നത് കുറവാണെന്ന് ഉദ്ദേശിച്ചിട്ട് ആ വീലിലേക്ക് ബ്രേക്ക് കൊടുക്കും, അപ്ലൈ ചെയ്യാതിരിക്കും, അങ്ങനെ ചെയ്യും. ആ സമയത്ത് നമുക്ക് ആ വൈബ്രേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം. ഇപ്പോൾ നമ്മൾ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് ഇതിനകത്ത് കത്തി കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ടുള്ളൂ. ABSൻ്റെ വാർണിംഗ് ലൈറ്റ് അണഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു കംപ്ലൈൻറ്റ് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് തന്നെ. സ്പീഡ് സെൻസർ RH സർക്യൂട്ടൊന്നും കാണിക്കുന്നുണ്ട്. പിന്നെ LH സർക്യൂട്ട് എന്താ വെച്ചാൽ അത് അവിടെ ഷോർട്ടായിരിക്കണം. ഷോർട്ടാകുമ്പോൾ എല്ലാം കയറി വരുന്നതാണ്. എല്ലാം കറണ്ടിലാണ് കിടക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്യാം. DTC ഫുള്ള് ക്ലിയർ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് എല്ലാ റീഡിങ് കറക്റ്റാണോ നോക്കാം. ഇതിപ്പോൾ ക്ലിയർ ചെയ്തപ്പോൾ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് ഇതിനകത്തുനിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ നോ DTCസും കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡാറ്റ സ്ട്രീമിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ബാക്ക് എല്ലാ സെൻസറുകളുടെ സ്പീഡ് നമുക്ക് കാൽക്കുലേഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഒന്നും കൂടെ നമുക്കത് നോക്കണം. അത് നമുക്ക് ഇതിലെടുത്താൽ നമുക്ക് കിട്ടും. ഓരോ വീലിൻ്റെയും സ്പീഡ് നമുക്ക് ഇതിനകത്ത് തന്നെ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ABSൻ്റെ വാർണിംഗ് ലൈറ്റും കെടുത്തിയിട്ടുണ്ട്. പിന്നെ ബെയറിംഗ് മാത്രം നമ്മൾ മാറിയിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻ്റ് ഒന്നും നോക്കാനില്ല. നമ്മൾ ഓൾറെഡി സർവീസ് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് വേറെ കംപ്ലൈൻറ്റും ഇല്ല വണ്ടിക്ക്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്കിനി ABSൻ്റെ എല്ലാ വീലിലേക്കുള്ള സർക്യൂട്ട് കറക്റ്റാണോ നോക്കണം. അത് നമ്മൾ ടാബിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തതിൽ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ്, ഫ്രണ്ട് റൈറ്റ് സൈഡ്, റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അതിനകത്ത് റീഡിങ് കാണിക്കും. ആ എല്ലാ റീഡിങ്ങും കറക്റ്റ് ആയിരിക്കണം. മറ്റേ ഓരോ പോയിൻ്റ് അടക്കം ഇതിപ്പോൾ 40.6, 45.6 അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ റീഡിങ്ങും കറക്റ്റായാൽ മാത്രമേ ABSൻ്റെ വർക്കിംഗ് കറക്റ്റ് ആകുള്ളൂ. ആ ഒരു ചെറിയൊരു വേരിയേഷൻ വന്നാൽ പോലും നമുക്ക് ABSൻ്റെ വർക്കിംഗ് കറക്റ്റ് ആയില്ല. മോട്ടർ കിടന്ന് നമ്മൾ കാല് വെച്ച ഉടനെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ തന്നെയാണ് ഈ എന്താ പറയുക, നമ്മൾ ഹബ്ബ് സെറ്റ് ചെയ്തിട്ടും ABS നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ വൈബ്രേഷൻ വരുന്നത് കാരണം ഇതാണ്. കറക്റ്റ് സെൻസർ സീറ്റിംഗ് കറക്റ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ABS വർക്കിംഗ് നമ്മൾ പയ്യെ തന്നെ കാല് വെച്ചാൽ തന്നെ സഡൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് വരില്ല. പയ്യെ കാല് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പെഡലിലേക്ക് നല്ലൊരു വൈബ്രേഷൻ വരും. അത് ഈ സെൻസർ കറക്റ്റായിട്ട് പിടിപ്പിച്ചില്ലെങ്കിൽ ഈ റീഡിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ റീഡിങ് പക്ക കറക്റ്റാണ്. എല്ലാ റീഡിങ്ങും കറക്റ്റായിട്ട് തന്നെ വർക്കാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത സെക്കൻഡ് ഹാൻഡ് സെൻസർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വർക്കിംഗ് എല്ലാം പക്ക പെർഫെക്റ്റ് തന്നെയാണ്. ആ വീലും കറക്റ്റ് എല്ലാം ഓക്കെ തന്നെയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ സസ്പെൻഷൻ പാർട്സ് എന്ന് പറയാനായിട്ടൊന്നും ഇതിനകത്ത് അയച്ചിട്ടില്ല. ഇതിനകത്ത് നമ്മൾ ടയറോടെ എൻഡ് പിടിക്കും. അതുപോലെ തന്നെ ലോവർ ആമിൻ്റെ വോൾട്ട്, അപ്പർ ആമിൻ്റെ വോൾട്ട് മാത്രമേ പിടിക്കുകയുള്ളൂ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ സൗണ്ടും കാര്യങ്ങളും അറിയും. പിന്നെ ബെയറിങ്ങിൻ്റെ സൗണ്ടും അതേപോലെ നമുക്ക് റണ്ണിങ്ങിൽ അറിയാൻ പറ്റും. ഒരുപാട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ചെറിയൊരു വൈബ്രേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും തന്നെ അറിയാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ 2 വീൽ ബെയറിങ്ങും മാറി, നെക്കിളും മാറി, കംപ്ലൈൻറ്റ് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് വരുമ്പോൾ നമ്മൾ ടോയിൻ ചെയ്തിട്ടാണ് വന്നത്. അത് ക്ലിയർ ചെയ്ത് പക്ക നീറ്റാക്കി. റീഡിംഗ് എല്ലാം പക്ക ക്ലിയർ ആണ്. ABSൻ്റെ വാർണിംഗ് ലൈറ്റും പോയിട്ടുണ്ട്. യാതൊരുവിധ വാർണിംഗ് ലൈറ്റും ഇതിനകത്ത് ഇല്ല. നമുക്ക് ഇനി ഒന്നുകൂടെ റീചെക്ക് ചെയ്ത് നോക്കാം. ഫോൾട്ട് കോഡ് ഏതെങ്കിലും വന്ന് കിടക്കുന്നുണ്ടെന്നുള്ളത്. എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മൾ ഫോൾട്ട് കോഡ് ചെക്ക് ചെയ്തതിൽ കറക്റ്റാണ്. നോ DTC. എപ്പോഴും ഒരു 2-3 കിലോമീറ്റർ ഓടിച്ചിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും
ബെറ്റർ. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ കയറി വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കയറി വരും. ചില സമയങ്ങളിൽ നമ്മൾ ക്ലിയർ ചെയ്ത് അപ്പം തന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണില്ല. കുറച്ച് കിലോമീറ്റർ ഓടിയാൽ തന്നെ അതിൽ എന്തെങ്കിലും വേരിയേഷൻ, റീഡിങ്ങിൽ വേരിയേഷൻ വരുമ്പോൾ വരുള്ളൂ. ഇതിപ്പോൾ പക്കയാണ്. ഇനിയിപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ പെയിൻറ്റിങ്ങിൻ്റെ ടച്ചപ്പ്, ചെറിയൊരു ടച്ചപ്പ് ഉണ്ട്, അതും കൂടെ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഡെലിവർ ചെയ്യാം. അപ്പോൾ ഇനി വേറൊരു കംപ്ലയിൻറ്റും കൂടെ ഉള്ളത്, ഇപ്പം നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടില്ല കംപ്ലയിൻറ്റ്, പക്ഷേ ഒരു കംപ്ലയിൻറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ നല്ല ടൈറ്റാണ് ഇതിൻ്റെ. ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് വീഴുന്നുണ്ട്. പക്ഷേ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് പിന്നെ ചവിട്ടിയിട്ട് ഇടുമ്പോൾ ഇതുണ്ടോ നല്ല ടൈറ്റാണ്. കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല, ഇത് നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ കിട്ടിയ കംപ്ലയിൻ്റാണിത്. ഇതിന് മെയിനായിട്ട് ഫ്ലൈ വീൽ ബെയറിങ് അത് പോയിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലയിൻറ്റ് വരും. പ്രഷർ പ്ലേറ്റിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം പ്രശ്നം വരാൻ സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് കസ്റ്റമർ അടുത്തൊന്ന് സൂചിപ്പിച്ച് നോക്കാം. കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്തായാലും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് അഴിച്ച് തന്നെ ചെയ്യണം. അത് കസ്റ്റമറുടെ അടുത്തൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ആക്കിയിട്ട് എങ്ങനെ തന്നെ വണ്ടി ഡെലിവറി ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.